ചുവന്ന കറ പിടിച്ച് ലണ്ടൻ തെരുവോരങ്ങൾ. പാൻഗ ഗുഡ്ക മുതൽ ചവച്ചുണ്ടാക്കി തുപ്പിയിടുന്ന കറ മായ്ക്കാൻ ചിലവാകുന്ന 3000 പൗണ്ട്. നടപടിയെടുക്കാൻ ബ്രാൻഡ് കൗൺസിൽ. അവിടെ അധികം കഞ്ചാവുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ. ഡ്രഗ്സൊക്കെ ഉണ്ട്. പാൻഗ ഗുഡ്ക ബംഗാളികളൊക്കെ അങ്ങോട്ടേക്ക് പോയോ? ഇതെനിക്ക് വിശ്വാസം ആകണമെന്നില്ല. അവിടെയൊക്കെ ആണെങ്കിൽ കഠിനമായ പഴയ കഠിന ശിക്ഷ രീതികളാണ്. ഇത് വേറെ ഏത് സ്ഥലത്തായിരിക്കും. എന്നിരുന്നാലും ഇവിടെയുണ്ട്. നമ്മൾ പെരുമ്പാവൂരിലൊക്കെ പോയി കണ്ടാൽ അറിയാം. പെരുമ്പാവൂർ പോട്ടെ, മൂറ്റുപുഴ ഇവിടെ തന്നെ ആ വെള്ളൂർക്കുന്ന ഒരു ഭാഗമുണ്ട്, മൂറ്റുപുഴയുടെ സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ തുപ്പി കൂട്ടിയിട്ടൊക്കെ പാൽ മസാല അവർ തുപ്പിയിട്ട് കറയിട്ട് തുപ്പി കൂട്ടി വൃത്തികേടാക്കി. നാളെ ഓട്ടോക്കാരൊക്കെ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണ്. അതിൽ പിന്നെ ഇപ്പോൾ കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇത്ര ആൾക്കാരൊക്കെ അത് ഇവിടെയും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പം ലണ്ടനിലെ കാര്യം വിട്, അത് അവിടെയാണോന്ന് നമുക്ക് അത്ര വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നണം. അപ്പം നമ്മുടെ ഈ പല പ്രദേശങ്ങളിലൊക്കെ ഈ ഭായിമാർ വന്നിട്ട് ഈ ബീഡിത്തുണ്ട്, അതുപോലെ തന്നെ ഹാൻസിൻ്റെ പാക്കറ്റ് അതൊക്കെ മുറുക്കി തുപ്പിടുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കണ്ടേ? അവരുടെ വീട്ടിലൊക്കെ അവർ കാണിക്കണ പോലെ ഇവിടെ ഒന്നും കാണിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. തീർച്ചയായിട്ടും ഇങ്ങനെ കാണിക്കുന്നവർക്കിടെ ഇവിടെ 3000 പൗണ്ടാണ്. ഇവർക്കും നല്ല പിഴ അങ്ങ് ഈടാക്കുക. അത്രേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. ഇപ്പം ലണ്ടനിലെ കാര്യം പോട്ടെ, അവരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെയും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ പെരുമ്പാവൂരൊക്കെ ചുമ്മാ ഒരു വഴി കൂടെ നടന്ന് തന്നെ കണ്ടാൽ തന്നെ അറിയാം അവിടെ എത്രത്തോളം അത് ഇവന്മാർ കയറി മെയ്യുന്നുണ്ടെന്ന്. ഇവരുടെയൊക്കെ വീട് പോലെയാണ് ഇവിടെ ഇരുന്ന് കാണിക്കുന്നത്. ഇതിനൊക്കെ എതിരെയായിട്ട് ശക്തമായ നടപടികൾ എടുക്കണം.